കുട്ടികളുടെ ഇന്റർനെറ്റിനോടുള്ള ആസക്തി കുറയ്ക്കുന്നതിന് ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴ തുടരുകയാണ്. സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. നമസ്കാരം, പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. കുട്ടികളുടെ ഇന്റർനെറ്റിനോടുള്ള ആസക്തി കുറയ്ക്കുന്നതിന് ഒരു ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഒമാനിലെ 86% കുട്ടികളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നും ചില കുട്ടികളിൽ ഇന്റർനെറ്റിനോടുള്ള ആസക്തിയുള്ള പെരുമാറ്റമുണ്ടെന്നും ഇതിനായി ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിൻ ഉൾപ്പെടെ സുരക്ഷിതമായ സാങ്കേതിക ഉപയോഗത്തെക്കുറിച്ച് കുടുംബങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് നിരവധി പരിപാടികളും ആരംഭിച്ചിട്ടുണ്ടെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. കൂടാതെ കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ പ്രത്യേകം ലക്ഷ്യമിടുന്ന ഗുണഭോക്താക്കളുടെ അവകാശ നിയന്ത്രണങ്ങളിൽ അതോറിറ്റി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വഞ്ചനാപരമായ കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിനും ഫലപ്രദമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു സംയുക്ത ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴ തുടരുന്നു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റുസ്താഖ്, നഖൽ, ബുറൈമെ, ധംഗ്, സമായിൽ, നഖൽ അൽ അവാബി സ്ട്രീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം രാവിലെ മുതലേ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു. മഴ കിട്ടിയത് കത്തുന്ന ചൂടിന് ആശ്വാസം പകരുന്നതാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇന്ന് 10 മുതൽ 60 മില്ലിമീറ്റർ തീവ്രതയുള്ള മഴ ലഭിച്ചേക്കും. കനത്ത കാറ്റും ഇടിമിന്നലും ഉണ്ടാകും. ആലിപ്പഴവും വർഷിക്കും. അൽഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. സലാല അന്തർദേശീയ വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗം ആഫ്രിക്കൻ വംശജനായ യാത്രക്കാരനിൽ നിന്നും 12 കിലോ തൂക്കം വരുന്ന മാരിജുവാന പിടിച്ചെടുത്തു. ലഗേജിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെത്തിയത്. സോഹാർ വിലയത്തിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ വസ്തുവകകൾ നശിപ്പിച്ചതിനും കടകളിൽ നിന്ന് പണം മോഷ്ടിച്ചതിനും റോയൽ ഒമാൻ പോലീസ് അറബ് പൗരനെ അറസ്റ്റ് ചെയ്തു. ഇരുവർക്കുമെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ കുടിശ്ശിക വരുത്തിയവർക്കുള്ള പിഴത്തുകയിൽ ഇളവ് അനുവദിക്കാൻ തീരുമാനമായി. കേരള പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായതിനു ശേഷം കുടിശ്ശിക വരുത്തിയവർക്കുള്ള പിഴത്തുകയിൽ ഇളവ് അനുവദിക്കാൻ ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു. കുടിശ്ശിക വരുത്തിയ അംഗങ്ങൾക്ക് ക്ഷേമനിധിയുടെ ഭാഗമായി തുടരാനുള്ള അവസരമുണ്ടാകും എന്നത് ആശ്വാസകരമാണ്. 4ാം ലോക കേരള സഭയിൽ ഈ നിർദ്ദേശം നിരവധി തവണ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിനാഘോഷത്തിൽ കൗതുകമായി രക്ഷിതാക്കളുടെ ദഫ് പ്രദർശനം. മസ്കറ്റിലെ മബേല ശിഹാബ് തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി ഖുറാൻ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ദഫിൽ അത്ഭുതം തീർത്തത്. വേഷവിധാനങ്ങളോടെ ചടുലമായ താളത്തിൽ ദഫ് പ്രദർശനം നടത്തിയ രക്ഷിതാക്കളുടെ പ്രകടനം കണ്ടപ്പോൾ കുട്ടികൾക്കും കൗതുകം. ഉപ്പമാരുടെ താളത്തിനൊത്ത് അവരും കളിച്ചപ്പോൾ അതും വേറിട്ട കാഴ്ചയായി. വേദിയിൽ ദൃശ്യവിരുന്നൊരുക്കിയ രക്ഷിതാക്കളുടെ ദഫ് ടീമായ ടീം ഖുർത്തുവ കാണികളിലും ഗൃഹാതുരത്വം നിറച്ചു. ബഹുരാഷ്ട്ര കമ്പനിയുടെ മാനേജർ മുതൽ സംരംഭകരും സാധാ പ്രവാസികളും തങ്ങളുടെ ജോലി തിരക്കുകൾ ഒഴിഞ്ഞ സമയം മാറ്റിവെച്ച് ഒത്തുകൂടിയാണ് ദഫ് പ്രദർശനത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.